വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഓണം ഷോപ്പിങ്ങുമാണ്. അപ്പോൾ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എവിടേക്കാണ്? അമ്മയ്ക്ക് സാരി എടുക്കാൻ പോകണം, വീണയ്ക്ക് ഡ്രസ്സ് എടുത്തു, അമ്മയ്ക്ക് സാരി എടുക്കാൻ പോകണം, ഹോസ്പിറ്റലിൽ കാണിക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ, കാരണം എനിക്കും മനസ്സിലായില്ല എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ ഇൻട്രോ എന്തായാലും മൂഞ്ചിട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഓണം ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത് അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും എടുക്കണില്ല. സ്റ്റുഡിയോയിൽ പോയാലുണ്ടല്ലോ എല്ലാ ഭാഗവും ഞാൻ അരിച്ച് പിറക്കുണ്ടോ. അതാ ഇപ്പോൾ ഉള്ളത് പെർഫ്യൂം സെക്ഷനിലാണ്. ഈ ലാവൻഡർ കളർ കണ്ടപ്പോൾ ഒന്നും നോക്കില്ല, ജസ്റ്റ് ഒന്ന് പെർഫ്യൂം അടിച്ചു നോക്കിയിട്ടോ. അത് നല്ല ഭംഗിയല്ല, നല്ല മണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓണം കളക്ഷനാണ് കേട്ടോ സ്റ്റുഡിയോയിൽ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതും കൊണ്ട് വീട്ടിൽ പോയാൽ വീട്ടിൽ കയറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതാ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി, പക്ഷെ ഇതേപോലത്തെ ഒരു മോഡൽ എൻ്റെ കയ്യിലുണ്ട്. ആ തുണി വന്നിട്ട് പെട്ടെന്ന് കീറുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. പിന്നെ സെക്കൻഡ് കാണിച്ച ഡ്രസ്സും പിങ്കും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ലാവൻഡർ കളർ കൊള്ളാം, പക്ഷെ ഭയങ്കര ഷോർട്ടായി പോയിട്ടോ. പിന്നെ ഒന്നിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാനും പറ്റില്ല. ഈ ഒരു ഡ്രസ്സും എനിക്കിഷ്ടമായി. ഇത് ഞാൻ എൻ്റെ മമ്മീജിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു എന്താണ് നെയ്റ്റ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കുറച്ചായി ഇവള് പറയണു ഒന്ന് ബികാഷ് ബാബുവിൽ പോകണം, പാനിപൂരി ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ എന്താണ് അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. വെള്ളം കുടിക്കുന്നു. ഗൈസ് ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കുറച്ച് പേരുള്ളൂ. നമ്മളെന്താ ഓർഡർ ചെയ്തത്? പാനിപ്പൂരി മാത്രം വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അതാണ് പാനിപ്പൂരി മാത്രം. പക്ഷെ ആംബിയൻസ് കുഴപ്പമില്ല, ആംബിയൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇനി പാനിപ്പൂരി വന്നിട്ട് പാനിപ്പൂരി കഴിച്ച് അതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെയതാ നമ്മുടെ പാനിപ്പൂരി വന്നിരിക്കുകയാണ്. എന്താ ജിലേബി ടേസ്റ്റ് ചെയ്യുന്നു. ക്രിസ്പി ആയിട്ടുണ്ട് ജിലേബി. പിന്നെ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്, അതുകൊണ്ട് സ്പൈസി ആയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെതാ എൻ്റെ അഭിനയും പ്രഹസനും ഒക്കെ അവിടെ നിന്ന് കഴിഞ്ഞു. കൈ കഴുകാൻ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ എന്താ കാടാണോ തോന്നിയിട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് പാലക്കാട് ആർട്രസിക്കാണ് കേട്ടോ. സ്കിൻ ഡോക്ടറെ കാണിക്കാനാണ്. ഞങ്ങൾ രണ്ടുപേരെയും ഡോക്ടറെ കാണിക്കണം കേട്ടോ. അവളുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു കുരു വന്നിട്ട് കുറേ ആയി പോകണില്ല. പിന്നെ എൻ്റെ ചെവിയിൽ കമ്മലിടാൻ പറ്റുന്നില്ല, അലർജി കേട്ടോ, വന്നിട്ട് പഴുക്കുകയൊക്കെ ചെയ്തു ചെവി. അപ്പോൾ അതൊക്കെ കാണിച്ചതാ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ബാമും കൂടെ വാങ്ങിച്ചു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇവിടെ ഞാൻ സ്ഥിരം വരാറുള്ളതാണ്, സ്ഥിരമല്ല, എൻ്റെ ഹെയർ കാണിക്കാനും സ്കിന്ന് കാണിക്കാനും എന്താ ഇപ്പോൾ ചെവിയൊക്കെ കാണിക്കാനും വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മരുന്ന് വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ നേരെ പോയത് ബാക്ക് ഡോറിക്കാണ് കേട്ടോ. ഇവിടെയും സ്ഥിരം വരാറുള്ളതാണ്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടീഷർട്ടൊക്കെ, വീട്ടിലിടാൻ പറ്റിയ ടീഷർട്ടൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ. ഞാൻ ഈ തപ്പി എടുക്കുന്ന ടീഷർട്ടിൻ്റെ റേറ്റ് എത്രയാണോ? 100 രൂപയാണ് കേട്ടോ ഒന്നിന് വരുന്നത്. അടിപൊളിയാണ്, ക്വാളിറ്റിയും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് തപ്പണമെന്നേ ഉള്ളൂ. സാധാരണ ഇവിടെ അനിയന്മാർക്ക് എടുക്കാൻ വരുന്നതാണ് കേട്ടോ, ബോയ്സിൻ്റെ സെക്ഷനാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ ഒരു ടീഷർട്ട് ഞാൻ തൂക്കിയിട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ 2 സെക്ഷൻ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട് ബോയ്സിൻ്റെ ഉണ്ട്. ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. നിങ്ങൾ പാലക്കാടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. ഈ ടീഷർട്ടൊക്കെ നന്നായിട്ടില്ലേ? അപ്പോൾ എനിക്കെന്തോ ഇത് കളറ് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു ലാവൻഡർ കളർ, ലാവൻഡർ പിന്നെ എവിടെ കണ്ടാലും എടുക്കും, സ്വാഭാവികമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ പോയത് എഞ്ഞന്മാരാണ് കേട്ടോ. ഇതാ കാണുന്ന അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഓപ്പോസിറ്റാണ് വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എഞ്ഞന്മാർ. പിന്നെ പറയണ്ടല്ലോ, എപ്പോഴത്തെയും പോലെ തന്നെ പതിവ് പോലെയുള്ള തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അധികം വീഡിയോസൊന്നും എടുത്തില്ല. 2 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് ഇനിയും ഉണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡ്
പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് കല്യാൺ സിൽക്സിലേക്കാണ്. അമ്മയ്ക്ക് സാരി എടുക്കണം കേട്ടോ. അമ്മയ്ക്ക് സാരി ഗിഫ്റ്റ് ചെയ്യുന്നത് സർപ്രൈസായിട്ടാണ് നമ്മൾ സാരി ഗിഫ്റ്റ് ചെയ്യുന്നത്. അമ്മയ്ക്ക് അറിയില്ല. എനിക്ക് സാരി എടുത്ത് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോട്ടൺ സാരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബേബി പിങ്ക് കളറാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ബേബി പിങ്ക് സാരി നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്താ ബേബി പിങ്ക് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ ഒരു ലാവൻഡർ കളർ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ പ്രൈസ് എനിക്ക് വന്നിട്ട് 3K 4K സംതിങ് ആണ്. അത് പ്രൈസ് കണ്ടത് ഞാനത് അവിടെ വെച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടുത്തെ വരാനേ തോന്നുന്നില്ല. പിന്നെ ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് പറയാണ് അമ്മയ്ക്ക് ബേബി പിങ്ക് കളർ സാരിയാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ടും നമുക്കൊരു 1000ൻ്റെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സാരി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ ഓർത്തത് അമ്മയ്ക്കുണ്ടല്ലോ ബേബി പിങ്ക് മാത്രമല്ല ബ്ലൂ കളറും പിന്നെ അമ്മയ്ക്ക് മയിൽപ്പീലി കളർ ഇഷ്ടമാണ്, മാമ്പഴ കളർ സാരി ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയതും ഫുള്ള് പിങ്ക് സാരി ഞാൻ നോക്കിയത്. പിന്നെ എൻ്റെ പൊന്നോ കളക്ഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കുറേ സാരികൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള നാഗവള്ളി ഉണർന്നു കേട്ടോ. കാരണം അമ്മയ്ക്ക് സാരി നോക്കാൻ പോയത് സംഭവം എനിക്ക് എടുത്താലോ എന്നായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ സാരികൾ കേട്ടോ. കളക്ഷൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് പിങ്ക് കളർ സാരി തന്നെ എടുത്തു. ഇതാ കണ്ണ സാരിയാണ് എടുത്തത്. അതിൽ 2 കളർ വരുന്നു കേട്ടോ. പിങ്കും വരുന്നുണ്ട്, വേറൊരു കളറും വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരണതായിരിക്കും. അമ്മയ്ക്കുണ്ടല്ലോ സർപ്രൈസ് കൊടുത്തിട്ട് കുറേയായി. അപ്പോൾ ഞെട്ടോ നോക്കാമല്ലേ, നമുക്ക് ആ റിയാക്ഷൻ വീഡിയോ കൂടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ സർപ്രൈസ് ആക്കാൻ പോവാണ് അമ്മനെ. ദൈവത്തിന് അറിയാം. അമ്മ അമ്മ അമ്മനെ വിളിക്ക്. എവിടെ എന്താ അമ്മയ്ക്ക്? അമ്മയുടെ റിയാക്ഷൻ എടുക്കുമ്പോഴേക്കും എൻ്റെ ഫോണിലത്തെ സ്റ്റോറേജ് അങ്ങോട്ട് തീർന്നു കേട്ടോ. അമ്മ ആ ഗിഫ്റ്റ് തുറന്ന ആ ഗിഫ്റ്റ് ബോക്സ് കണ്ടതും അമ്മ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പോയി, പക്ഷെ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. സാരി ഒന്നും പറയാനില്ല, അമ്മയ്ക്ക് ഇഷ്ടമായി, അടിപൊളിയായിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായി കേട്ടോ. അമ്മ ഒരുപാട് ഹാപ്പിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാരിയിൽ ഒരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്, അത് ഈ ഒരു വയലറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ സാരിയും ക്വാളിറ്റിയും അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം, ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ അമ്മമാരെ സർപ്രൈസ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഗൈസ്. അങ്ങനെ ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അമ്മ ഹാപ്പിയായി, കാരണം നെയ്റ്റി എടുക്കാൻ പറഞ്ഞതാണ്. ഞാനപ്പോൾ നെയ്റ്റി വേണ്ട സാരി എടുക്കാം എന്ന് പറഞ്ഞ് കുറച്ച് ഗംഭീരമായിട്ടൊരു സാരിയും കൂടെ എടുത്തു കേട്ടോ. ചായ എന്താ ഒഴിക്കണമെന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ചെറുതായിട്ടൊന്ന് തലയൊക്കെ വേനച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കയറി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ഓണം.